ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. ഈ പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിലും എന്നെ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അവിടെ ഞാൻ ഓൾമോസ്റ്റ് ഡെയിലി ഒരു പുതിയ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ചില മെസ്സേജസ് കിട്ടും. അപ്പോൾ അവിടെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് അല്ല, ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, മുകളിൽ എഴുതിയിട്ടുണ്ട്. അതല്ലാച്ച ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. പിന്നെ എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാലും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ജൂൺ മാസത്തിൻ്റെ എന്താ മെസ്സേജസ് നിങ്ങൾക്ക് വരണേന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ പൈസീസ്, ഇത് നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ റീഡിംഗ് ആണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. ജൂൺ മാസത്തിൻ്റെ റീഡിംഗ് മെസ്സേജസ് പൈസീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഫൂൾ എനർജിയാണ്. ഓവറോൾ എനർജി നിങ്ങളുടെ ഫൂൾ. പാസ്റ്റിൻ്റെ എനർജിയിൽ 8 ഓഫ് വാൻഡ്സ്. കറണ്ട് ജൂൺ എനർജി നിങ്ങൾക്ക് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് സോർഡ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് 8 ഓഫ് പെൻറ്റക്കിൾസ്. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7 ഓഫ് സോർഡ്സ് ആണ്. ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ പൈസീസ് നിങ്ങളുടെ ഓവറോൾ എനർജി ഫൂൾ എനർജിയാണ്. ഫൂൾ എനർജി ഒരു കെയർ ഫ്രീ ആവണ ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഫിയർ ഇല്ല, ഒരു വറി ഇല്ല ഈ മാസം. കുറേ ഇങ്ങനെ ഒരു ഫ്രീ എനർജി ആയിട്ടാണ്, ഫ്രീ സ്പിരിറ്റ് ആയിട്ടാണ് നിങ്ങൾ ഈ മാസം ഉള്ളത്. ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ റെഡിയാണ്. ഇത് ലവ് ലൈഫിലായിരിക്കാം, റൊമാൻറ്റിക് ലൈഫിലായിരിക്കാം, അതല്ല വെച്ചാൽ കരിയറിലാവാം. ഇത് ട്രാവൽഡ് എനർജിയും ആണ്. അപ്പോൾ നിങ്ങൾ പുതിയ അഡ്വെഞ്ചേഴ്സ്, പുതിയ ട്രാവൽ ചെയ്യാനിലേക്ക് പറഞ്ഞാൽ പുതിയ സ്ഥലത്ത് പോകാനിലേക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനത്തെ എനർജിയിലാണ് നിങ്ങൾ ജൂണിൽ. അപ്പോൾ ഈ ഫൂൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. ഒരു ഫയർ സൈൻ കാണാണ്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ഫയർ സൈൻ വരാൻ പോകുന്നുണ്ട്. ഒരു പുതിയ പേഴ്സണാണ് ഇത്. അതല്ല ഒരു പുതിയ ഓഫർ കൊണ്ടുവരുന്നുണ്ട് ഈ പേഴ്സൺ. ജഡ്ജ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഒരു റിലേഷൻഷിപ്പ്, അതല്ല ഒരു കരിയറുടെ പറഞ്ഞാൽ ജോബ്, അതിനെ വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. എന്ന് വെച്ചാൽ ജഡ്ജ്മെൻറ്റ് ഇവിടെ നിങ്ങൾ പാസ്റ്റിൻ്റെ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ റിലീസ് ചെയ്യണു. ഓക്കെ, ജഡ്ജ്മെൻറ്റ് പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ സിറ്റുവേഷനിൽ നിങ്ങളുടെ കുറേ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ആ പേഴ്സണെ കുറിച്ച്, ആ സിറ്റുവേഷനെ കുറിച്ച്. നിങ്ങളുടെ തന്നെ അഭിപ്രായം കുറേ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്. അപ്പോൾ അതൊക്കെ നിങ്ങളിപ്പോൾ ഫൈനലി റിലീസാണ് ചെയ്യണത്. എന്തോ ഒരു എൻഡിങ്ങിൻ്റെ എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി എന്തോ ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ലവ് റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് ആയിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഒരു
കരിയർ ജോബിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു എൻഡിങ് ആയിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 8 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ 8 ഓഫ് വാൻഡ്സ് ഒരു ഫോർവേഡ് മൂവ്മെൻ്റ് എനർജിയാണ്, കുറേ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ട്രാവലിൻ്റെ എനർജിയാണ്, സക്സസിൻ്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ കാര്യങ്ങളെല്ലാം നല്ല പോലെ മുമ്പോട്ട് പോകണ്ടായിരുന്നു, കുറേ ബിസി സമയമായിരുന്നു നിങ്ങൾക്ക്. 8 ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? 2 ഓഫ് വാൻഡ്സ്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം മുമ്പോട്ട് പോകണ്ടായിരുന്നു, കുറേ ലോങ് ടേം പ്ലാനിങ് ആയിരുന്നു നിങ്ങളുടെ ഇവിടെ. പക്ഷേ 2 ഓഫ് സോഡ്സും ഉണ്ട്. അപ്പോൾ 2 ഓഫ് വാൻഡ്സ്, 2 ഓഫ് സോഡ്സ്, കുറേ ഒരു ഹെസിറ്റേഷനും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ ഇപ്പോൾ നെക്സ്റ്റ് ചെയ്യണ്ടേ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കുറേ ബിസി ലൈഫായിരുന്നു നിങ്ങളുടെ, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ബ്രേക്ക് വേണം എന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നെക്സ്റ്റ് എന്താ നമ്മൾക്ക് ചെയ്യണം, എന്താ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക, അത് നിങ്ങൾക്ക് അറിയാത്ത ഒരു എനർജിയിലാണ് ഇവിടെ ഈ സിറ്റുവേഷനിൽ. കറണ്ട് എനർജിയിൽ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഒരു ഫയർ സൈൻ ആദ്യം ഇവിടെ കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ കുറേ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്, ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത എനർജിയാണ് നൈറ്റ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു ട്രാവലറും ആവാം, പറഞ്ഞാൽ അവർ കുറേ ട്രാവൽ ചെയ്യണ പേഴ്സൺ ആവാം. അവരുടെ ജോബിൻ്റെ കാരണം കുറേ ട്രാവൽ ചെയ്യുണ്ടാവും. 10 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ, ഒരു ബിട്രിയലിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ഓൾറെഡി ഇൻവോൾവ് ആണ് വെച്ചാൽ ഈ പേഴ്സണും നിങ്ങളുടെ ഇടയ്ക്ക് ഒരു എൻഡിങ് ഉണ്ട് ഈ മാസം. ഓക്കെ, എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഒന്നും ഒരു സ്ഥിരത ഇല്ല അവരുടെ വാക്കിൽ, അവരുടെ ആക്ഷൻസും ഒരു സ്റ്റേബിൾ അല്ല. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ഇത് നിങ്ങളുടെ എനർജി ആവാം, അതിൽ വെച്ചാൽ ഒരു സ്കോർപ്പിയോ എനർജി ആവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരത ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് മാതിരി ഞാനൊരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു സ്റ്റേബിൾ എനർജിയാണ് ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആയിട്ട്. ഇതൊരു പുതിയ പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിൽ വരണേ. പക്ഷേ കുറേയും കൂടിയും ഒരു സ്റ്റേബിൾ എനർജിയാണ്, കുറേ ഒരു മെച്ചോർ എനർജിയാണ്. ഇവിടെ കിങ് ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഫ്യൂച്ചറിലും നിങ്ങൾക്ക് ചോയ്സസ് കുറേ ഉണ്ടാവും, ഓപ്ഷൻസ് കുറേ ഉണ്ടാവും. ഈ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യണത് നിങ്ങളുടെ ജോലിയുടെ ത്രൂ ആയിരിക്കും, വർക്കിൻ്റെ ത്രൂ ആയിരിക്കും. 3 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. കുറേ എൻജോയ്മെൻ്റ് ആണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ, കുറേ സെലിബ്രേഷൻ മാതിരി ഒരു എനർജി. അപ്പോൾ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഞാൻ കാണുന്നത് പറഞ്ഞ പോലെ ഇവിടെ കുറേ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് അതുമാത്രമല്ല, ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി ആവാം, ലവ് റിലേഷൻഷിപ്പ് ആവാം, ജോലിയുടെ കാര്യത്തിലാവാം, ഇല്ലെങ്കിൽ എല്ലാം കൂടിയും ഒരുമിച്ച് വരണ എനർജിയും ആവാം. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ പേജ് ഓഫ് സോഡ്സ് ഒരു സീക്രട്ടിൻ്റെ എനർജി ആവാം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യണു, നിങ്ങൾ ഓൺലൈൻ എന്തോ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടണു. ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻ ആൻഡ് ഔട്ട് പേഴ്സൻ്റെ കൂടെയാണ് നിങ്ങൾ ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടിയോണ്ട് ഈ സിറ്റുവേഷൻ ഒരു സ്റ്റാഗ്നൻ്റ് ആവണു. എന്നുവെച്ചാൽ നിങ്ങൾക്കിപ്പോൾ അറിയില്ല എന്താ വേണ്ടതെന്ന്. നിങ്ങൾക്ക് ഈ പേഴ്സണെ റിലീസ് ചെയ്യണോ, ലെറ്റ് ഗോ ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ, അതല്ല ഇവിടെ ആദ്യം ട്രൈ ചെയ്യണോ, ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യണോ. അപ്പോൾ അങ്ങനത്തെ കുറേ ഒരു ഇതുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഈ മാസം. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാനും വിഷമമുണ്ട്, പക്ഷേ മൂവ് ഓൺ ചെയ്യാണ്ട് പറ്റൂല. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു ഇൻഫർമേഷനാണ് ഇത്. അപ്പോൾ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് ആക്ച്വലി ഈ മാസം നിങ്ങളോട് നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയണത്. 9 ഓഫ് കപ്സ് എന്താ വെച്ചാൽ അവിടെ എന്തോ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ട്. നിങ്ങളുടെ എന്തോ ഒരു കരിയർ ഗോൾ ഈ മാസം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയണു. അവിടെയാണ് നിങ്ങളുടെ ഹാപ്പിനെസ് ഈ മാസം. അതിലാണ് ആ ഏരിയയിലാണ് നിങ്ങൾക്ക് കൂടുതൽ സക്സസ് ഉള്ളത്. ആൻഡ് അതുമാത്രമല്ല, പറഞ്ഞ പോലെ ഈ സിറ്റുവേഷൻ സ്റ്റാഗ്നൻ്റ് ആണ് വെച്ചാൽ കുറച്ച് നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ, കരിയറിൽ ഫോക്കസ് ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ കുറേ സക്സസ് ഉണ്ട്. 7 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഇവിടെ ബിട്രിയലാണ് ഞാൻ കാണുന്നത്. ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരു 100% ആയിട്ട്
ഒരു ഓണസ്റ്റ് റിലേഷൻഷിപ്പിലല്ല. ഓക്കെ, എന്തോ ഇവർ ഒളിപ്പിക്കാൻ നോക്കണു. ആദ്യം ആ ഫയർ സൈൻ തന്നെയാണ് പറയണത്, പേജ് ഓഫ് വോൺസ് ആയിട്ട്. അവരുടെ എന്തോ ഒരു കാര്യം, എന്തോ ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് ഈ മാസം. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിന് അതിന് കുറച്ചൊരു എനർജി നിങ്ങൾ വിഡ്രോ ചെയ്യണു. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷൻ, ഈ ഇൻഫർമേഷൻ പറയണത് കുറച്ചൊരു വിഷമമുള്ള ഇൻഫർമേഷനാണ്. ഇപ്പോൾ ഇത് എന്താണെന്ന് എല്ലാവർക്കും വേറെ മാതിരിയായിരിക്കും, പറഞ്ഞാൽ എല്ലാവർക്കും ഒരുമാതിരി ഇൻഫർമേഷൻ അല്ല കിട്ടുന്നുണ്ടാവുക. പക്ഷേ എന്തായാലും അത് നിങ്ങൾക്ക് കേട്ടിട്ട് ഒരു സുഖം തോന്നില്ല, പറഞ്ഞാൽ കുറേ ഒരു ഡിസ്റ്റർബിങ് ന്യൂസ് ആയിരിക്കാം. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ എനർജിയാണ് ഞാൻ കാണുന്നത് ഈ മാസം. ഈ ഒരു അൺസ്റ്റേബിൾ റിലേഷൻഷിപ്സിൽ ഉള്ള ആൾക്കാർ എല്ലാവരുടെയും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമാണ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ ലൈഫിലൊരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. അതൊരു എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അതുമാത്രമല്ല കരിയറിൽ കുറേ സക്സസ് ഉണ്ടാവും നിങ്ങൾക്ക് ഈ മാസം. ആൻഡ് കുറേ ഗുഡ് ലക്ക് ഉണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യത്തിൽ. പക്ഷേ ഇമോഷണൽ റിലേഷൻഷിപ്പ് കാര്യത്തിന് വേണ്ടിയിട്ട് ഈ മാസം അത്ര ഗ്രേറ്റ് അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കൂടുതൽ നിങ്ങളുടെ ഫോക്കസ് ഈ മാസം കരിയറിലാണ്. ആൻഡ് അവിടെയാണ് നിങ്ങൾക്ക് ഒരു സക്സസിൻ്റെ എനർജി ഞാൻ കാണുന്നത്. റിലേഷൻഷിപ്സിലും ഞാൻ പറഞ്ഞ പോലെ ഒരു എർത്ത് സൈൻ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവുക. പക്ഷേ ഇത് ഈ മാസമല്ല, ഒരു ഫ്യൂച്ചർ എനർജിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജിൻ്റെ അഡ്വൈസ്? അപ്പം ഇവിടെ സൈൻസ്, ഞാൻ പാസ്റ്റ് പേഴ്സൻ്റെ സൈന് ഒരു ഫയർ സൈൻ ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ആൻഡ് ഫ്യൂച്ചറിൽ വരാൻ പോണ പേഴ്സൻ്റെ സൈൻ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആവാം. അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജിൻ്റെ ഇവിടെ പറയേണ്ടത് സറണ്ടർ ടു ദ ഡിവൈൻ. അപ്പോൾ പൈസീസ് ഈ മാസം ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് അത്ര കാര്യമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ ആലോചിക്കാത്ത ഒരു കാര്യമാണ് പറഞ്ഞാൽ, എസ്പെഷ്യലി ലവ് ലൈഫിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണ മാതിരിയല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ സറണ്ടർ ചെയ്യുക, എല്ലാം ശരിയാവും എന്ന് ഹോപ്പ് ചെയ്യുക. എന്നുവെച്ചാൽ ഫ്യൂച്ചർ നിങ്ങളുടെ കുറേ ബ്രൈറ്റാണ്. എസ്പെഷ്യലി കരിയറിൽ കുറേ സക്സസ് ഉണ്ടാവും. ലവ് ലൈഫിൽ അത്ര സക്സസ് ഇല്ല, പക്ഷേ അതും ഫ്യൂച്ചറിൽ ശരിയാവും. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേബിൾ എനർജി വരുന്നുണ്ട്, ഒരു സ്റ്റേബിൾ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.